ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയില്ലായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ വയനാടിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് പേര് വളരെ വേദനയിൽ ജീവിക്കുകയാണല്ലേ. അപ്പോൾ എനിക്ക് പറയണം തോന്നിയ ഒരു വാക്കുകളാട്ടോ ഞാൻ പറയുന്നത്. തോന്നിയ ഒരു കാര്യം കേട്ടോ. അത് എന്താണെന്നറിയോ? നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് ഏറ്റവും വലിയ ദുഃഖം? ഒരു ആൾ നമ്മളെ വേണ്ടാന്ന് വെക്കുന്നതാണോ? അതായത് പ്രണയനൈരാശ്യമാണോ? അല്ല ഒരാൾ നമ്മൾ ചതിക്കുന്നതാണോ? അതൊക്കെ ഒരാൾ നമ്മളെ കുറച്ച് വിഷമിപ്പിക്കുന്നതോ നമ്മളെ കളിയാക്കുന്നതോ അതൊക്കെ ദുഃഖം തന്നെയാണ്. പക്ഷേ ആ ഒരു ചെറിയ കാര്യത്തിന് പോലും ആത്മഹത്യ എന്നതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കുക അതിനേക്കാളും വലിയ ദുഃഖങ്ങളുണ്ട്. നമ്മുടെ മേപ്പാടി നോക്കിയാൽ അറിയാം. ഇന്നലെ വൈകുന്നേരം വരെ കളിച്ച് വളർന്ന് ഉറങ്ങിയവർ ഇന്ന് രാവിലെ ഇല്ല. ഒരു പ്രവാസിയായ ഒരു ചേട്ടൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ആ ചേട്ടൻ വീടൊക്കെ പണി പൂർത്തിയായി ഹൗസ് വാമിന് വരാൻ നിൽക്കുമായിരുന്നു അടുത്ത മാസം. ദുരന്തം വിഴുങ്ങിയത് ആ കുടുംബത്തിലെ ആ ചേട്ടൻ്റെ ഭാര്യനെ, 3 മക്കളെ, അപ്പനമ്മ എല്ലാവരെയും ഇന്ന് ഒറ്റയ്ക്കായി അല്ലേ. ജീവിക്കുകയാണ് അവർ. അത് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം. കാരണം ഇന്നലെ വരെ ഉണ്ട് എന്ന് കരുതിയ ഒരു സാധനം നമ്മുടെ ജീവനായി ചേർത്ത് പിടിച്ച നമ്മുടെ മക്കൾ, ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, അപ്പനമ്മ, സഹോദരങ്ങൾ, ഇത്ര വർഷം കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സഹോദരങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയാകുമ്പോൾ അവരനുഭവിക്കുന്ന വേദന അത് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെ ദുഃഖങ്ങളെ കാണുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വിഷമമാണെങ്കിൽ നമുക്കൊന്നുമില്ല അല്ലേ. കുറച്ച് കടം വരുമ്പോൾ, കുറച്ച് ഫിനാൻഷ്യൽ ട്രബിൾസ് വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംതിങ് അങ്ങനെ വരുമ്പോൾ നമ്മളാകെ തളർന്നു പോകാറുണ്ട്. നമ്മൾ വിചാരിക്കും അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. പക്ഷെ അതൊന്നും അല്ല. നമ്മൾ TV കാണുന്ന പോലെ ഒന്നുമല്ല മേപ്പാടി ദുരന്തത്തിൻ്റെ അഭീകരമായ കാഴ്ച കാണണമെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ പോയി കാണണം. എന്ന് വെച്ചിപ്പോൾ നമ്മൾ നേരിട്ട് പോയി കാണാനുള്ള സിറ്റുവേഷൻ ഉണ്ട് എന്നല്ല. പക്ഷേ അത് വളരെ ദയനീയമാണ്. ഒരു മക്കളെ നഷ്ടപ്പെട്ട അപ്പനമ്മമാരുടെ നിലവിളി നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഈ ലോകത്ത് എനിക്കൊന്നും ഏറ്റവും വലിയ വേദന അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെടുന്നത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. കാരണം നമ്മൾക്കെന്നും നമ്മുടെ പാരൻസ് നഷ്ടപ്പെടുന്നതെന്നും സഹോദരങ്ങൾ നഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് വേദന തന്നെയാണ്. പക്ഷെ എനിക്ക് കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു അമ്മ മക്കളെ എന്താ പറയുക 10 മാസം ചുമന്ന് കൊണ്ട് നടന്ന് പ്രസവിച്ച് പിന്നെ ഓരോ ഉറക്കത്തിൽ അമ്മയ്ക്കും അപ്പനും അതെ, അപ്പൻ ആ സമയമായാലും ഒന്നും ഉറങ്ങാൻ പറ്റില്ല അല്ലേ. രാത്രി ഒന്നും ഉറക്കില്ല. ഒരു 3 വയസ്സ് വരെയൊക്കെ മക്കൾ രാത്രി എത്ര പ്രാവശ്യം പാല് കുടിക്കാനായാലും അല്ലാതെ യൂറിൻ പാസ് ചെയ്യാനായാലും ടോയ്ലറ്റ് അപ്പിടാൻ അങ്ങനെയൊക്കെ ആയിട്ട് എത്ര പ്രാവശ്യം ഒരു ദിവസം എഴുന്നേൽക്കുന്നുണ്ട് രാത്രി. ഇത് നമുക്ക് എഴുന്നേറ്റിരിക്കണം, ഫീഡിങ് കൊടുക്കണം, പിന്നെ ഉറക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്ക് അവർക്ക് പാല് കുടിക്കാൻ സമയമാവും. സോ നമ്മൾ എഴുന്നേറ്റ് എല്ലാം ചെയ്ത് മക്കളെ ഇങ്ങനെ നോക്കി കൈ വളരുവാണോ കാല് വളരുവാണോ, അവർ മുട്ടുമേൽ പോകുന്നത്, ഇരിക്കുന്നത്, കമിഴ്ന്ന് പോകുന്നത്, അവരൊന്ന് എഴുന്നേറ്റ് പിച്ച വെക്കുന്നത്, നടക്കുന്നത്, അതൊക്കെ നമ്മൾ ഓരോന്ന് പാരൻസ് അങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന പോലെ ഓരോ പാരൻസ് ആസ്വദിച്ച് മക്കളെ വളർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ അവരുടെ സ്റ്റഡി, അവരുടെ കല്യാണം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാന്മാരാണ് എന്ന് തോന്നുന്ന നിമിഷങ്ങളാണ് നമ്മുടെ മക്കൾ. അപ്പോൾ അവരൊരു നിമിഷം നമുക്ക് ഇല്ല എന്ന് തോന്നും. പിന്നെ നമ്മൾ മുന്നിൽ കാണുന്ന എല്ലാ ശൂന്യതയാണ്. ഏത് മരണവും നമുക്ക് തരുന്ന ശൂന്യത വളരെ വലുതാണ്. തരുന്ന പാർട്ട്ണറിൻ്റെ ശൂന്യത അതൊക്കെ അവിടെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ഉമ്മയെ കാണാനിടയായി, സ്വന്തം മോളുടെ കുഞ്ഞ്, ഇതൊക്കെ ഇതും മിസ്സിങ് ആണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും കിട്ടിയാൽ അവർക്ക് കബറടക്കായിരുന്നു എന്നാണ് ആ അമ്മ പറയുന്നത് അല്ലേ. ഒരു ചെറിയ ഭാഗം പോലും ഇന്നങ്ങാണ്ട് ഹൃദയത്തിൻ്റെ ഒരു കഷ്ണം മേപ്പാടിന് കിട്ടിയിട്ടുണ്ട്. അത്രയും ചീഞ്ഞ് ഒക്കെ. അപ്പോൾ നമുക്ക് ആ തുണയായ നമ്മുടെ സൈനികർ ഇന്ന് ഞങ്ങളുടെ വയനാടിനോട് വിട പറഞ്ഞവർ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി. എത്ര ഹൃദയത്തിൻ്റെ ഭാഷയിൽ എത്ര തന്നെ നന്ദി പറഞ്ഞാലും എന്തോരം കടപ്പാട് അവരോട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വാക്കുകളില്ല. എത്ര തന്നെ നമ്മുടെ വയനാട് ജനത നമ്മൾ ഫുള്ള് സൈനികരോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. സൈനികർ മാത്രമല്ല, DYF പ്രവർത്തകർ, വൈറ്റ് ഗാർഡ്, നമ്മുടെ മെയിൻ ഫോറസ്റ്റ് ഓഫീസേഴ്സ്, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ്, നമ്മുടെ സാധാരണ ജനങ്ങൾ, ടീച്ചേഴ്സ്, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയുക ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങൾ ഇവരെല്ലാവരും വളരെ എന്താ പറയുക ഗ്രേറ്റാണ്. നമുക്ക് അവരെപ്പറ്റി പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ പിന്നെ ഈ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം. ഒരു ദിവസം സുപ്രഭാതത്തിൽ കാണാതെ പോകുന്ന ആ ദുഃഖം ആർക്കും വരാതിരിക്കട്ടെ. ഇനിയൊരു ചൂരന്മല, ഇനിയൊരു ദുരന്തം നമ്മുടെ പ്രകൃതിക്ക് വരാതിരിക്കട്ടെ. നമുക്കതിനെന്ത് ചെയ്യാം? നമുക്ക് സേഫായിരിക്കാം അല്ലേ. ഈ അനാഥരായവരെല്ലാവർക്കും ഒരു നല്ലൊരു പുനരധിവാസം കിട്ടട്ടെ. സർക്കാർ ആത്മാർത്ഥമായിട്ട് നല്ല ട്രസ്റ്റായിട്ട് തന്നെ എല്ലാം ചെയ്യട്ടെ എന്നാണ് ആഗ്രഹം. കാരണം
നമുക്ക് ലീഗലി ഒരാളെ ദത്തെടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. അതിനുള്ള ഫിനാൻഷ്യൽ നിറയെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള പ്രോസസ്സിങ്ങുള്ളൂ. അത് ഗവൺമെൻറ് പ്രൊസീജിയർ അനുസരിച്ച് ആരും തരില്ല. കാരണം കുഞ്ഞ് അപ്പനും അമ്മയും മരിച്ചാലും ആരെങ്കിലുമൊക്കെ റിലേഷൻസ് ഉണ്ടാവും, അവർ വളർത്തിക്കോളും. അതിൻ്റെ ജീവിതം അങ്ങനെ പോകും. ചിലപ്പോൾ ദൈവം അതിനെ ഈ ലോകത്ത് നിയോഗിച്ചിരിക്കുന്നത് അതിനായിരിക്കും അല്ലേ. എന്ത് തന്നെയായാലും അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് പ്രശ്നം വന്നാലും ഇതിനേക്കാളും വലിയൊരു പ്രശ്നം വേറെ ഒന്നുമില്ല. അതിൽ ഇവരുടെയൊക്കെ പ്രശ്നം കാണുമ്പോൾ അറിയില്ലേ, നമ്മുടെ പ്രശ്നമൊന്നും ഒന്നുമല്ല എന്ന് തോന്നുന്ന നിമിഷമല്ലേ ഇത്. അപ്പോൾ ഏറ്റവും വലിയ ദുഃഖം അത് തന്നെയാണ്, മരണം തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സഹോദരങ്ങൾ അതിൽ നിന്ന് നീണ്ടു വരാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ദൈവം ശക്തി നൽകട്ടെ. നമുക്കതിനെ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അതിലുപരി അവർക്ക് സപ്പോർട്ടായിരിക്കാം, നമുക്കാവുന്ന സഹായങ്ങൾ ചെയ്യാം. പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവർക്ക് ഇനി ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പോഴത്തേക്ക് നമുക്കത് ബണ്ടിൽ കണക്ക് കൂട്ടിയിടേണ്ട ആവശ്യമില്ല. നമുക്കതിൻ്റെ ആവശ്യം ഇനിയാണ് വരുന്നത്. അവരെ പുനരധിവസിച്ചതിന് ശേഷം അവർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് ലൈവ് ഞാൻ വന്നപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു, അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഞാൻ നാളെ മുതൽ സീരിയൽ റിവ്യൂ ഇട്ടാലോ എന്നൊരാഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? സപ്പോർട്ട് ചെയ്യാമോ? താങ്ക് യു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.